ടു കലിപ്പൻ്റെ കാന്താരി. അപ്പോൾ കലിപ്പൻ ഇന്നില്ല, കലിപ്പൻ പുതിയാപ്പേലാണ്. കലിപ്പൻ ഇപ്പം എത്തും. അപ്പം ഞാൻ ഇന്നലെ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് ഞങ്ങളുടെ ഇവിടെ ഉത്സവമാണ്. അപ്പം ഞങ്ങളിന്ന് പുതിയാപ്പേലായിരിക്കും, ഉത്സവത്തിന് പോവുകയാണ്. അപ്പോൾ ആദ്യയുടെ ഔട്ട്ഫിറ്റ് ഇതേ ഇങ്ങനെ കേട്ടോ. ആദ്യത്തെ പുതിയ ടീഷർട്ട് കേട്ടോ അവൻ്റെ. ഇത് പുതിയതാണ് കേട്ടോ. ഇത് കലിപ്പൻ വാങ്ങി തന്നൊരു ചുരിദാറാണ്. അപ്പം ഞാൻ അത് ഇട്ടിട്ടില്ലായിരുന്നു. അപ്പം ഞാനതിന്ന് പോകുമിടാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പം നേരെ വീഡിയോയിലോട്ട് പോവാം. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. ബദ്രീനെ മാറ്റി കൊടുക്കട്ടെ കേട്ടോ. ഓക്കെ. അപ്പം കലിപ്പനെ ഞാൻ വന്നിട്ട് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, നോക്കട്ടെ. ഏട്ടനും മക്കളും എല്ലാവരും ചേർന്ന് ഞങ്ങൾ എന്താ പറയുക ഹാപ്പി ആയിട്ട്. ഞാൻ കഴിഞ്ഞ കൊല്ലം, എൻ്റെ മുമ്പത്തെ കൊല്ലം പുതിയപ്പോൾ പോകുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഏട്ടൻ്റെ കരങ്ങളിൽ എൻ്റെ ഏട്ടൻ്റെ ലൈഫിൽ ഒരുപാട് പേര് ഒരുപാട് ഉപദ്രവം ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് പേര് പറഞ്ഞിരുന്ന വാക്കുണ്ടായിരുന്നു, ഏട്ടൻ്റെ ലൈഫിൽ ഏട്ടന് ഒരാളുള്ളൂ. ആദ്യം പറഞ്ഞു കുട്ടികളുണ്ടാവുന്നില്ല, പിന്നെ പറഞ്ഞു ഒരാളുള്ളൂ. ഞാനങ്ങനെ പുതിയാപ്പയിൽ പ്രാർത്ഥിച്ചിരുന്നു, എന്ത് ഒരു 2 കയ്യിൽ മക്കളായിട്ട് ഞങ്ങൾ വരുമെന്ന്. അപ്പോൾ ആ കൊല്ലമാണിത്. എനിക്ക് ഒരുപാട് സ്പെഷ്യലാണ് 2025 എന്ന് പറയുന്നത്. 2024 എനിക്ക് മോശമായ അന്തരീക്ഷമൊക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ ഇന്നത്തെ ലൈവിലായിട്ട് കുറച്ച് പറഞ്ഞിട്ടുണ്ട്, ബാക്കിയൊക്കെ ഞാൻ പറയാം കേട്ടോ. ഞാൻ വ്ളോഗ് പോലെയൊക്കെ ചെയ്തിടുന്നുണ്ട്. ഓക്കെ. അപ്പം നമുക്ക് മാറ്റി കൊടുക്കട്ടെ കേട്ടോ വാവേന. ഇപ്പോൾ സമയം 7 മണിയായി. അപ്പം പുറത്ത് അന്തരീക്ഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ, 1 മിനിറ്റ്. പുറത്തതേ ഇരുട്ടത്ത് എന്തെങ്കിലും കാണുമോ നിങ്ങൾ? ഈ പപ്പാനിയൊക്കെ പുൽക്കൂടൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ബാക്കി ഇറങ്ങിയിട്ട് വീഡിയോ പറയാം കേട്ടോ. ഓക്കെ. അങ്ങനെ ഞാൻ എൻ്റെ മോനെയും കൂട്ടി എന്താ പറയുക, അവൻ്റെ അച്ഛൻ്റെ നാട്ടിൽ അവൻ ആദ്യമായി കൂടുന്ന ഒരു ഉത്സവമാണ് പുതിയാപ്പ ഉത്സവം. അപ്പം ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ഞങ്ങളുടെ കൂടെ വേറൊരു ഫാമിലിയും കൂടി ഉണ്ട്. അനുണ്ട്, അനീഷേട്ടനുണ്ട്, നീളമോളുണ്ട്, ഉണ്ണിയേട്ടൻ, മോൻ. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് പുതിയാപ്പ ഉത്സവം ഇത്ര ഹാപ്പി ആയിട്ട് കൂടുന്നത് കേട്ടോ. എന്താ പറയുക, നമുക്ക് പലരും ഉണ്ടാവും ലൈഫിൽ കേട്ടോ. എൻ്റെ എന്താ പറയുക, കുറേ ഘട്ടത്തിൽ എൻ്റെ കൂടെ നിന്നവളാണ് കേട്ടോ അനു. അത് അനീഷേട്ടനും മോളൊക്കെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും നിൽക്കുന്നതാണ്. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് തന്നെ പറയാവുള്ളൂ. അപ്പം അങ്ങനെ ഞങ്ങൾ പുതിയാപ്പയിലെത്തി. പുതിയാപ്പയിൽ അന്തരീക്ഷമാണ് കാണിക്കുന്നത്. നിറയെ സ്റ്റാളാട്ടോ. എവിടെ നിന്ന് എന്ത് തിന്നും എന്നുള്ളതായിരുന്നു കൺഫ്യൂഷൻ. അത്രയും തിരക്ക്, അത്രയും എന്താ പറയുക ജനക്കൂട്ടം. ഞാൻ തൃശ്ശൂർ പൂരം കൂടിയിരിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ കൂടുന്നു ഏറ്റവും വലിയ ഉത്സവം എന്ന് പറയുന്നത് പുതിയാപ്പ ഉത്സവം. അത്രയും ജനപ്രവാഹം ഉത്സവത്തിന് കേട്ടോ. അപ്പോൾ ഉണ്ണിയേട്ടനും അനീഷേട്ടനും ഒക്കെ കൂടിയിട്ട് നമുക്ക് ഇവിടെ ഫുഡ് കഴിക്കാൻ, ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ വാങ്ങി കഴിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യക്ക് മുട്ട വാങ്ങിച്ചു, നിളക്ക് കോളിഫ്ലവർ ബജ്ജി വാങ്ങി, ഞങ്ങൾക്ക് മുളക് ബജ്ജി വാങ്ങി. അങ്ങനെ അനുവും ഞാനും കൂടി എവിടെ ഇരുന്നിട്ട് എന്തൊക്കെയോ തമ്മിൽ പറയുന്നുണ്ട്. അത് കേട്ട് ഞങ്ങളുടെ ഭർത്താക്കന്മാർ ചിരിക്കുകയാണ്. കാരണം സത്യം പറഞ്ഞ ഇക്കൊല്ലത്തെ ഉത്സവം എന്ന് വെച്ചാൽ ഞങ്ങൾ അത്രയും ഹാപ്പി ആയിട്ട്. അപ്പോൾ അവർ രണ്ടുപേരും കൂടി എന്താ പറയുക എൻജോയ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതായത് ഞങ്ങൾ 3 പേരും കൂടി ഒരു സൈഡിലിരുന്ന് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കണം. മക്കളെവിടെ മണ്ണിൽ തകൃതിയായിട്ട് കളിക്കുക. അതിന് ഇങ്ങനെയൊന്നും ഞാൻ ഇറക്കാറില്ല കേട്ടോ. അപ്പം നിളയായിട്ട് നല്ല കളി അവിടെ മണ്ണിൽ കുത്തിയിരുന്നിട്ട് കേട്ടോ. ഇപ്പം തന്നെ നല്ല ആളായി. ഇപ്പോൾ ഗാനമേള കാണാനായിട്ട് ഞങ്ങൾ എത്തിയേക്കുന്നത്. ഞങ്ങളവിടെ എത്തുമ്പോൾ സമയം 8 മണി. അങ്ങനെ എൻ്റെ മോന് പാല കൊടുത്ത് ബദ്രൂട്ടം കിടന്ന് ഉറങ്ങിപ്പോയി കേട്ടോ. അതിനുശേഷം ഞാൻ അനുവിനോട് ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയാപ്പ ഉത്സവത്തെക്കുറിച്ച് എന്താ അഭിപ്രായം. നല്ല അഭിപ്രായം, പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നുമില്ല. ഓള് 2ാമത്തെ കൊല്ലമാണ് ഉത്സവം കൂടുന്നതെന്നാട്ടോ പറഞ്ഞത്. പക്ഷെ ഞാൻ എൻജോയ് ചെയ്ത് കൂടി നിൽക്കുമല്ല കേട്ടോ. കാര്യം അവളും ഞാനും ഓരോ എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും. കൂടപ്പിറപ്പ് മാതിരിയാണ്. എൻ്റെ കൂടപ്പിറപ്പിനേക്കാളും കൂടുതൽ നല്ലൊരു കമ്പനി ബേസ്, അങ്ങനെ നല്ലൊരു ഇതാട്ടോ ഓളും ഞാനും നമ്മൾ. അപ്പോൾ ഓളും ഞാനും കൂടി ഇങ്ങനെ ഓരോന്നിങ്ങനെ ഞങ്ങൾ ട്രോളിക്കൊണ്ടിരിക്കണോ. ഏട്ടന്മാർ രണ്ടുപേരും അവർ വരുന്നവരെ ഞങ്ങൾ അവരെ ട്രോളിക്കൊണ്ടിരിക്കുന്നുണ്ട്. മക്കളാണെങ്കിൽ അവിടെ കളിക്കുന്നുണ്ട്. അങ്ങനെ ഗാനമേള തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഗാനമേളയ്ക്ക് മുമ്പ് അവിടെ ഒരു എന്താ പറയുക സ്കോളർഷിപ്പിൻ്റെ ഗിഫ്റ്റ് കൊടുക്കലുണ്ട്. അപ്പോൾ അതിനെ ആ പെണ്ണ് പറയുന്ന തെറ്റുകളൊക്കെ കേട്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും കൊണ്ട് ഇവിടെ ട്രോളിക്കൊണ്ടിരിക്കുക കേട്ടോ.
പിന്നെ അതിന് ശേഷം ഞാൻ ഏട്ടനായിട്ടൊരു സെൽഫി എടുത്തു. ഈ മനുഷ്യൻ്റെ മുഖം കണ്ടിട്ട് ഇഷ്ടമായിരുന്നു തോന്നുന്നു. അതിന് ശേഷം തുടങ്ങിയതാണ് നമ്മുടെ എന്ത് പരിപാടി. അതാണ് അനുവിൻ്റെ ഭർത്താവ് ഹരീഷ്. തിരുവങ്ങൂരത്തെ മുന്തിയ പുള്ളിയാണ്. പെട്ടെന്ന് മെയിൻ ആളാണ്. തിരുവങ്ങൂര് മൂപ്പറുടെ വീടാണ്. പിന്നെ പാർട്ടി ഇപ്രാവശ്യം 8 നാല് പൊട്ടി എന്നുള്ളൊരു ചെറിയ സങ്കടം മൂപ്പറുടെ. വർഷങ്ങൾക്ക് മുമ്പ് സുജാത ചേച്ചിയും അതുപോലെ തന്നെ അങ്ങനെ തകൃതിയ ഗാനമേളയ്ക്ക് ശേഷം ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് ക്രിസ്മസിന് പുൽക്കൂട്ടിൽ ഉണ്ണീശോനെ വെച്ചിട്ട്, ഇതാണ് ഇക്കൊല്ലത്ത് ഞങ്ങളുടെ ഉണ്ണീശോ.